stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or rain, it's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. 'Cause this is the start of something beautiful. Something beautiful. Here we stand, the world awaits. It's your love, I know, that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നത ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സകല സൃഷ്ടിജാലങ്ങളെല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവനു വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്ത് ആദത്തിന് സഖിയായി ഹവയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന റോബിനെയും നൈസിയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികൾ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തെ കാവൽക്കാരനായ വിശുദ്ധ പിതാവേ,
ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. ആമേൻ. സുഭാഷിതന്റെ പുസ്തകമാണ് അധ്യായം 2 1 മുതൽ 10 വാക്യങ്ങൾ. മകനെ, എന്റെ വാക്ക് കേൾക്കുകയും എന്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിന്റെ നേരെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിനു വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നീ അതിനെ വെള്ളി എന്ന പോലെ തേടുകയും നീ ഗുണനിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട മാതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. അബ്രഹാത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാഥനെ ഉലകിൻ ആദിയേരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. Our love complete, God gave you to me.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നൊന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ നൈസിയെയും റൂബിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയ ഔസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാകമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തുതി. നീലമാലാകെ നിൻ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാതെ. കാലമോരോന്നും പടിച്ചാരി മാഞ്ഞാലും മതിവരാമനമായി ഞാനെന്നും കാത്തു നിൽക്കുന്നു. നീലമാലാകെ നിൻ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാതെ. കാലമോരോന്നും പടിച്ചാരി മാഞ്ഞാലും മതിവരാമനമായി ഞാനെന്നും കാത്തു നിൽക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്ന് പറഞ്ഞാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ ബലികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. പ്രവേശിക്കും. എല്ലാ തലമുറകളും അവരുടെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായി
ഭയപ്പെടുന്നവരായിരിക്കും. ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നൊരു ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ സമൃദ്ധനായ പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ
നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനാണ് സ്വർഗീയനാഥൻ, ആശ്വാസമേകുന്നനാഥൻ. സത്യവചനം നിത്യവചനം, രക്ഷാവചനം ജീവവചനം. സത്യവചനം നിത്യവചനം, രക്ഷാവചനം ജീവവചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 2 മുതൽ 9 വരെ. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. റോബിൻ, നൈസി, രണ്ടുപേരുടെയും വീട്ടുകാര്, കൂട്ടുകാര്, ബന്ധുജനങ്ങള്, പ്രിയമുള്ളവരെ, സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്ന്. പ്രത്യേകതയുള്ള ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലേ? ഇന്നത്തെ പ്രത്യേകത എന്താ നൈസി? നിങ്ങളുടെ വിവാഹം. പിന്നെന്താണ്? വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പൊ രണ്ടുപേർക്കും അതിന്റെ മംഗളങ്ങൾ നേരുന്നു. പിന്നെ ഒരു വിശുദ്ധ വാലന്റൈനും ഉണ്ട്, അഡ്വക്കേറ്റ് ഓഫ് മാരീഡ് ലൈഫ് എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ ദിവസം. എന്താണ്? റോബിനെ ഓർക്കണ്ട, ഇന്ന് 11 മുതൽ നോമ്പൊക്കെ ആരംഭിക്കുക. അപ്പൊ കല്യാണത്തിന്റെ മൂഡില് നോമ്പിന്റെ ചൈതന്യം കളയരുത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തില് വിവാഹം എന്ന ഉദാശയിലൂടെ നിങ്ങൾ ആദ്യത്തെ പ്രാർത്ഥന ഓർക്കണ്ട. സ്വർഗസ്വനായ പിതാവിന്റെ കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രാർത്ഥന ആരംഭിച്ചു. സങ്കീർത്തനൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥനയുണ്ട് സ്വർഗസ്വനായ പിതാവ് കഴിഞ്ഞിട്ട്. അത് അച്ഛൻ ഒന്നുകൂടെ വായിക്കട്ടെ, ശ്രദ്ധിച്ച് നിങ്ങൾ രണ്ടുപേരും കേട്ടോളൂ. വിവാഹം കഴിഞ്ഞവരും ശ്രദ്ധിച്ച് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി, അണ്ടർലൈൻ ചെയ്തോ, ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ, വീണ്ടും അണ്ടർലൈൻ ചെയ്തോ, ഹൃദയ ഐക്യത്തിൽ, അവർ ലോങ് അണ്ടർലൈനാണ്. ബന്ധിതരായി, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ അങ്ങ് ഈ ദാസരെ വിളിച്ചുവല്ലോ. അപ്പൊ എനിക്ക് രണ്ടുപേർക്കും ആദ്യമേ തന്നെ ഒരു സന്തോഷത്തോടുകൂടി ഒന്ന് ആശംസ അർപ്പിക്കാനുള്ളത്, നിങ്ങൾ ഇനി ഇവിടെ നമ്മുടെ ചോദ്യം, റോബിൻ തിരുസഭയുടെ നടപടിക്കനുസരിച്ചാണോ നീ സ്വീകരിക്കണമെന്ന്. ഏതായാലും തിരുസഭയുടെ നടപടിക്രമങ്ങളിലൂടെ നിങ്ങൾ വിവാഹത്തിന് കടന്നു വന്നതിന് അച്ഛന് വളരെ സന്തോഷമുണ്ട്.
ഓടാനും ചാടാനും നിന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. എല്ലാ നടപടിയിലൂടെയും ഇങ്ങനെ വന്ന് വിവാഹത്താൽ ബന്ധിതരാകാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു വന്നിരിക്കുകയാണ്. ഇതൊരു ബന്ധനം തന്നെയാണ്. അമ്മയോട് അപ്പനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റോമിനല്ലേ കഷ്ടപ്പാട്. എത്ര വർഷമായി സഹിക്കണേ? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ കുടുക്കി പെട്ടിട്ട്? ആളാദ്യം പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം 30 വർഷം കഴിഞ്ഞ വിവാഹം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞ ഒരു ദമ്പതികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവരായിട്ട് ഇന്ന് സംസാരിച്ചു. അപ്പൊ അവരായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോ ഈ 30 വർഷം കഴിഞ്ഞപ്പോഴും അവരെ ഞാൻ വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ പ്രബോധനം അവർക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ 30 കഴിഞ്ഞാലും 40 കഴിഞ്ഞാലും കല്യാണത്തിന് മുൻപായാലും സഭയ്ക്ക് 3 ലക്ഷ്യങ്ങളേ ഉള്ളൂ. 1 വർഷമായാലും 5 വർഷമായാലും 10 വർഷമായാലും 40 ആയാലും 50 ആയാലും സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് നിങ്ങൾ രണ്ടുപേരും ശരിക്കും മനസ്സിലാക്കുക. വിവാഹത്താൽ ബന്ധിതരാകുന്നത് എന്തിനു വേണ്ടി? ബന്ധിതരെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച് ഇനി മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും തലയും പുറത്തിടാൻ പറ്റില്ല. ഇത്രയും നാളുകൾ കുറച്ച് ഫ്രീഡം ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാനും പാടുള്ളൂ. അതാണ് ബന്ധിതരാകുക എന്ന് പറയുന്നത്. എന്റെ അർത്ഥം റോബിൻ നൈസിക്ക് വേണ്ടിയും നൈസി റോബിന് വേണ്ടിയും ഐക്യത്തിൽ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നതിന്റെ വിവാഹത്താൽ ബന്ധിതരാകുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭ പഠിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് സ്നേഹത്തിൽ ജീവിക്കുക. അത് എത്ര വർഷം കഴിഞ്ഞാലും മരിക്കുന്നത് വരെ കുറച്ച് കഴിയുമ്പോൾ പ്രതിജ്ഞ എടുക്കും. എന്തെന്ന് പറഞ്ഞ പ്രതിജ്ഞ എടുക്കാൻ ഇന്നു മുതൽ അവരൊക്കെ എടുക്കുന്ന പ്രതിജ്ഞ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒരൊറ്റ മനസ്സായിട്ട് കൂടെ വിവാഹം എന്ന കുദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയെ സഭയ്ക്ക് വേണ്ടി സ്വജീവനർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബ ജീവിതം നയിച്ച് സ്വർഗീയ വിരുദ്ധ പങ്കുകാരാകുവാൻ വിവാഹ ബന്ധത്തിന്റെ അഭ്യന്തരയെ പറ്റി പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വസ്തയോടും ചാരിത്ര ശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതവരായി ജീവിക്കുവാൻ സമാധാനത്തെ അനുഗ്രഹത്തിന് മാലാകെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആവശ്യത്തിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായി അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ എവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം.
ആദിയിൽ പുരുഷന് ജീവിത സംഖ്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വരനും വധുവും സാക്ഷികളും എഴുത്തും. റോമേ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നൈസിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. നൈസി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോബിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ മതമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളും സന്തോഷവും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും ഇതിൽ മുദ്രമായിരുന്ന കുരിശവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തരെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പ്രഭാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായി വിശുക എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ബൗദ്ധികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ രക്ഷത്തിന്റെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് ദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച വിശ്വാസമേ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വരായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രതിരുധേ ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിതത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും ഗാനമോടെ ഞാൻ അവനാകുന്നു എന്നീശോ, ഗാനമോടെ ഞാൻ ജീവിതം മുഴുവൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിലൂടെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലൂടെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിലെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യമായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. ഈശോയുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രതീകരവുമായ സജീവ ബലിയായി
ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മനോറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ കൈവിടമേ സ്വസ്തി. പാപങ്ങളുടെ മോചനം ഫലമാകട്ടെ. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിധിനാഥനായ അങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാവേ, ആരാധിക്കുന്നു പാരാവേ. പ്രാഭവമേഴും രാജനാണു നീ, ക്രിസ്തുനാഥ മഹോന്നത. ഉന്നതനായ താതൻ തന്നോടെ ദിവ്യനാം സുരുവാണു നീ. മധ്യരക്ഷയ്ക്കായി കന്യകയിൽ നീ അങ്ങു മഞ്ഞിടെ ജാതനായി, അങ്ങു മഞ്ഞിടെ ജാതനായി. നിന്നനർഹമാം ശോണിതത്തിനാൽ വീണ്ടെടുത്തൊരിദാസരിൽ നിൻ പ്രഭാമൃതം ചിന്തണേ എന്നും യാചിപ്പൂ ഞങ്ങൾ സാദരം. നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിത ഒത്തുചേരാൻ കനിയണേ, ഒത്തുചേരാൻ കനിയണേ. ഇന്നു ഞങ്ങളിൽ പാപമേശായ നിന്നനുഗ്രഹം നൽകണേ. ആശ്രയിച്ചീവൻ തീവ്രമായ തിങ്ങും കാരുണ്യം പുൽകുവാ. അർപ്പിച്ചു നിന്നിലാശ സർവ്വവും ലേശം ലജ്ജിക്കയില്ല ഞാൻ.
അങ്ങയുടെ തിരുസ്വന്ന് സ്ഥാപിച്ച വിവാഹം എന്ന ഉദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന ഈ നവദമ്പതികളെ ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങയുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ബൗദ്ധികമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി അവർക്ക് നൽകണമേ. തിരുകുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റ് ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ, ഈ കണ്ണുകളിൽ നീയാണു ലോകം. ഈ കാതുകളിൽ നീയാണു രാഗം. ഉരുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ. പറയൂ പതിയെ മഞ്ചാടി കൊമ്പത്താരെ ഇണക്കിളിയേ, ഇന്നാലും ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ. ചെഞ്ചണ്ടത്തോടിച്ചോ ചെറുവാൽ കിളിയേ, നെഞ്ചെന്നു പിടച്ചോ പറയൂ പതിയെ മഞ്ചാടി കൊമ്പത്താരെ ഇണക്കിളിയേ, ഇന്നാലും ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ. ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി, ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി. ഇവനിലായി ചേരുന്നു നീ, മുറിവേഴ കൈരേഖ പോ. കൺചിമ്മാതെ കാക്കാമെന്നോമലേ, ഈ നീലമിഴിയഴങ്ങളിൽ ഞാൻ. ഓ വീണലിഞ്ഞു പോകുന്നു താനേ. പ്രണയത്തിൻ മഞ്ഞായി പെയ്തു കൊതി തീരാതെന്നിൽ നീയേ.
കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തൂവക, വാണാലിനാലിലെ ചിന്നം ചില്ലാറോ. വിവാഹം എന്നത് രണ്ട് വ്യക്തികളുടെയും കുടുംബത്തിന്റെയും കൂടിച്ചേരലാണ്. So first of all, I welcome Robin's parents, Mr. Anthony and Mrs. Rosalie Anthony, to the stage. Beautiful sister, Mrs. Renee Sebi, and her husband, Mr. Sebi Paul, along with their naughty kids, Santio and Dion, to the stage. I request Mrs. Gracie Gladison, Nicey's mother, to join with them on the stage, along with Nicey's youngest pretty sister, Alena. Alena and her mother, please. I also welcome Nicey's bold and sweetest elder sister, Mrs. Elsa, and her supporting husband, Mr. Dino, and their little angel to the stage. എല്ലാവർക്കും ഓർമ്മയില്ലേ? വാലന്റൈൻസ് ഡേ, പ്രണയിക്കുന്നവരുടെയും സ്നേഹം പങ്കുവയ്ക്കുന്നവരുടെയും ദിവസമാണിന്ന്. അപ്പൊ ഞങ്ങളുടെ റോബിന്റെ സ്റ്റൈല് നിങ്ങൾ കാണാൻ പോണേയുള്ളൂ. റോബിന് ഒരു പ്രത്യേക സ്റ്റൈല് നമ്മുടെ നൈസിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. നമുക്ക് നോക്കാം ഏത് സ്റ്റൈലിൽ അവൻ കൊടുക്കാൻ പോണേന്ന്. നല്ലൊരു കൈയ്യടി കൊടുത്തോളൂ കേട്ടോ എല്ലാവരും. I love you. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീയേ. പോകും വഴിയെല്ലാം ചങ്ങാതിക്കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദത്തേരേറി പായുന്നെന്നോ. കണ്ണേ കണ്ണേ
മൊഴിയോരോ മഴനൂലായി നനവെഴുതി നിറയവേ പറയാതെ ഉയരാഴും ഇരുമനമും അറിയവേ വെയിലേക്കും ഹിമമായി അതിരുരുകി അലിയവേ അടരാനോ അരുതാതെ ഇരുചിറകുമണയവേ കണ്ണീരിലോ കൈ ചേർത്തിടാൻ മായാനിഴൽ കൂട്ടാകുവാൻ ഓരോ ദളം വാടാതെ ഞാൻ കാക്കാമിനി നീലാംബരൻ നീയാകും എന്നും എൻ ലോകം തുണയായ ജീവനേ ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീയേ പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നല്ലേ ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൽ ആനന്ദ തേരേറി പായുന്നെങ്ങോ കണ്ണേ കണ്ണേ എന്നെക്കാളും ഇന്നെന്നുള്ളിൽ നീ നിറഞ്ഞേ ശ്വാസമേ ഞാനൊഴുകും പാതയില കാലടികൾ മാത്രമേ നീ പ്രണയമോതും പേരെന്നോ മിഴികൾ തേടും നേരെന്നോ പതിയെ എന്നിൽ പൂക്കും പൂവോ ഇരുളുരാവിലായി നിലാവ് പോൽ കണ്ടു ഞാൻ ആ മുഖം എരിയും വേനലിൽ പൊഴിയും മാരി പോൽ കേട്ടു നീയാം സ്വരം പ്രണയമേ ഞാൻ നിനക്കായി നൽകാൻ പകുതി എന്നെ പകുത്തിയിടവേ പടരുവാൻ തേൻകിനാവള്ളി പോലെ വെറുതെ നിന്നെ തിരഞ്ഞിടവേ പകരുവാൻ കാത്തു ഞാൻ 1000 രൂപം നീയാം കണ്ണാടിയിൽ നീ പ്രണയമോതും പേരെന്നോ മിഴികൾ തേടും നേരെന്നോ പതിയെ എന്നിൽ പൂക്കും പൂവോ നീ കവിതയാകും ചേലെന്നോ അകമയാളും തീയെന്നോ ചുടികൾ മൂളാൻ വെമ്പും പാട്ടോ
തീരാ മൊഴിയിൽ മൗനങ്ങളൊന്നായലിഞ്ഞു ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിന്റെ ഉള്ളിൽ ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിന്റെ ഉള്ളിൽ പുലരും പൂക്കളായി നാം പകലുകൾ തീരാതെ പുതുമഴ തോരാതെ ഇരുചിറകറിയാതെ ഒന്നാകുന്നേ പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താഴെ रजनी ആദ്യമായെന്ന പോൽ അത്രമേലോ മലായി നോക്കി നോക്കി നിന്നു ഞങ്ങളുടെ പ്രവർത്തനമെല്ലാം ഞങ്ങളുടെ ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ ശുദ്ധീകരിക്കുകയും സകലങ്ങളിൽ ആശ്വാസം ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇവിടെ സ്വന്തമായി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യവാഴ്ചയിലേക്ക് പ്രവേശിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിലെ അങ്ങയെ കണ്ടാരംഭിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ ശിക്ഷയെ അങ്ങേ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ ശിക്ഷ ഈശോയോട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് രക്ഷിക്കണമേ. ഞങ്ങൾക്ക് രക്ഷിക്കണമേ. മറിയമേ ഞങ്ങൾക്ക് രക്ഷിക്കണമേ. എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ മിഴികളിൽ കനവായി ഒരു നിലാത്തിരിയായി പ്രണയവാർമുകിലായി നീ എന്നിലാകെ എന്നും മിന്നി നിൽക്കില്ലേ ഉരുകുമീ വേലിൽ ഉതിരുമാ മഴയിൽ ഇവനു നീ കുടയായി എന്നും ചേരുകില്ലേ ഓമൽ പെൺമണി പൂവേ എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ ബാല്യ